നമ്മളിന്ന് ഋതുവിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. രാവിലെ എണീറ്റ് ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കുന്നത്. പുതിയ ചെരുപ്പായതുകൊണ്ട് അതൊക്കെ ആദ്യമേ എണീറ്റ് അത് പോയി എടുത്തിട്ടിട്ട് വന്ന് വെള്ളമൊക്കെ കുടിച്ച് ബ്രഷ് ചെയ്യുകയാണ്. സൺഡേ ആണ്. ബ്രഷ് ചെയ്തിട്ട് ഋതുവിൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ പോവും. അതിൻ്റെ സന്തോഷത്തിലാണ്. നഴ്സറി പോകണ്ട. പെട്ടെന്ന് തന്നെ ഋതു റെഡിയായി. അവിടെ നിന്ന് കുറച്ച് ദൂരമേ അമ്മമ്മയുടെ വീട്ടിൽ. ഒരു 5 മിനിറ്റ് അത്രയും മതി. ഋതു റെഡിയായി. രാവിലെ അവിടെ പോയാൽ പിന്നെ ചേട്ടനുണ്ട് കളിക്കാൻ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അവിടെ പോയിട്ടാണ് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവിടെ നിന്നാണ്. അങ്ങനെ അത് ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവിടെ എത്തിയ ഉടനെ ഞാൻ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. അതൊക്കെ കൊടുത്ത് അത് കഴിക്കാൻ ഫോൺ വേണമെന്നും പറഞ്ഞിരുന്ന ഒരേ വാശി. അങ്ങനെ അവളുടെ അച്ഛൻ്റെ ഫോണൊക്കെ എടുത്ത് വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലിയൊക്കെ കഴിച്ച് കുറേ നേരം പിന്നെ ചേട്ടനായിട്ടത്ത് കളിയായിരുന്നു. കളി അടി എല്ലാം ഉണ്ട്. ഇപ്പം കളിക്കുകയാണ്. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മുട്ട കൊടുത്ത്. മുട്ട കഴിക്കാൻ ഇച്ചിരി പാടാണ്. ചൂടെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് എടുത്തിട്ട് നോക്കുവാണ്. അങ്ങനെ മുട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ട്. അതാണ് രണ്ടുപേരും. ഇല്ലെങ്കിൽ ഞാനാണ് കൊടുക്കുന്നത്. ചേട്ടൻ ഒറ്റയ്ക്ക് കഴിക്കുന്ന കണ്ടുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് കഴിക്കുകയാണ്. ചേട്ടൻ കഴിക്കുന്നുണ്ടോ, എന്ത് ചെയ്യുന്നു എന്നാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. ആര് ഫസ്റ്റ് ഫിനിഷ് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. ചേട്ടൻ തന്നെ ഫസ്റ്റ് കഴിച്ചു. ഋതു വളരെ സ്ലോയാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അവർ കുറച്ച് നേരം കളിച്ചൊക്കെ ഇരുന്ന് അടിയൊക്കെ കൂടി. പിന്നെ ഞാനൊരു പഴം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അവൾ ഇതിലാകുമ്പോഴത്തേക്കും ഇങ്ങനെ കഴിക്കും. ഇല്ലെങ്കിൽ അത് കൊണ്ട് പുറകെ നടക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പഴമൊക്കെ കഴിച്ചിട്ട് ഉച്ചയായപ്പോഴത്തേക്കും കുളിക്കാൻ വേണ്ടി പോവാണ്. തലയിൽ എണ്ണയൊക്കെ തേച്ച് ഋതു തന്നെ വെള്ളമൊക്കെ എടുക്കാമെന്ന് പറയണം. അമ്മ വീഡിയോ എടുത്തോ എന്നാണ് ഋതു പറയണത്. വീഡിയോ എടുക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. അതാണ് വെള്ളമൊക്കെ തുറന്ന് എല്ലാം കാണിച്ചു തരികയാണ്. ഇതൊന്നും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തോ ഭയങ്കര സന്തോഷത്തിലാണ്. അതാണ് ബക്കറ്റിൽ വെള്ളമൊക്കെ പിടിക്കുന്നത്. അല്ലെങ്കിൽ അടിയാണ് കുളിക്കാൻ പോകുമ്പോൾ. കുളിച്ചിട്ടൊക്കെ വന്ന് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഋതുവിന് ചോറ് കൊടുക്കും. ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ്. ഒറ്റയ്ക്കെടുത്ത് എന്തെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ കറിയൊന്നും എടുത്ത് കഴിക്കില്ല. എന്തെങ്കിലും അവൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഇത്തിരി എടുത്ത് കഴിക്കും. പിന്നെ അല്ലാതെ ഞാൻ കൊടുക്കും. ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഋതുവിന് ഉച്ചയ്ക്കൊരു ഉറക്കമുണ്ട്. ഇപ്പം തന്നെ 2 മണിയൊക്കെ ആയി. 2 മണി കഴിഞ്ഞ് ഋതു ചോറ് കഴിച്ചപ്പോൾ. കാരണം പഴമൊക്കെ കഴിച്ചത് ലേറ്റായിട്ടാണ്. ഉറക്കാൻ കിടത്തി. പിന്നെ ഒരു 4:30 വരെയൊക്കെ ഉറങ്ങി ഋതു. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് പയ്യെ എണീക്കാനുള്ള ഇതിലാണ്. ഉറക്കം എണീക്കാൻ നേരത്ത് ചെറിയൊരിതുണ്ട്. പിന്നെ ആരെങ്കിലും ഇഷ്ടമുള്ള ആരെങ്കിലുമാണ് കാണുന്നതെങ്കിൽ, ഇപ്പോൾ കാശി ചേട്ടൻ ഉള്ളത് കൊണ്ട് ഇന്ന് വലിയൊരു പ്രശ്നമില്ല. അവൻ കളിപ്പിച്ചൊക്കെ അങ്ങ് എണീപ്പിക്കുകയാണ്. വീണ്ടും ക്ഷീണമുണ്ട്.
പിന്നെ വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോകണം. അതുകൊണ്ട് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. 5 മണിയായാലും 5:30 ആയാലും എണീക്കില്ല. അങ്ങനെ ഞാനാണ് കാശിയുടെ അടുത്ത് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് എണീപ്പിക്കാൻ. അങ്ങനെ അവൻ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും. ഇന്ന് കാശിയെ കണ്ടിട്ട് വലിയ പ്രശ്നമില്ല, ചിരിച്ചുകൊണ്ടൊക്കെ തന്നെ എണീറ്റത്. പിന്നെ എണീറ്റ് വന്നപ്പം ചായയുടെ സമയമായതുകൊണ്ട് ചായ അങ്ങനെ അധികം കൊടുക്കാറില്ലെങ്കിലും അവൾ ചിലപ്പോൾ വാശി കാണിക്കും. അങ്ങനെ ചായയും മിച്ചറൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് അമ്പലത്തിൽ പോയി തൊഴുത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ കണ്ട്. ഋതുവിൻ്റെ നഴ്സറി മേറ്റാണ് ഡാൻസ് കളിക്കുന്ന മാളുക്കുട്ടി. അങ്ങനെ മാളുക്കുട്ടിയുടെ ഡാൻസ് കാണണമെന്നും പറഞ്ഞാണ് പോയത് അവൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ